എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിൽ പോയാൽ എവിടെയൊക്കെ പോയി എന്തെല്ലാം കാണാൻ പറ്റും എന്നുള്ളതും, പള്ളിയിൽ വന്നാൽ എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും, വേളാങ്കണ്ണി പള്ളിയിലെ പ്രത്യേക നേർച്ചകളും, വേളാങ്കണ്ണി മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടെ ചേരുള്ള അത്ഭുത പ്രവൃത്തികളെ പറ്റിയും, വേളാങ്കണ്ണി പള്ളി ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ചരിത്രമൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വേളാങ്കണ്ണി ചർച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു കുരിശടിയാണിത്. കപ്പയാള പോലുള്ള ഒരു സ്ഥലമാണ്. ഇതിനകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. ഈ ഒരു സ്ഥലം പണ്ട് മാതാവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. 16-ാം നൂറ്റാണ്ടിലാണ് മാതാവ് ആദ്യമായി വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീയും അവളുടെ മകൻ ഒരു മുടന്തനായ ബാലനും ഇവിടെ താമസിച്ചിരുന്നു. ആ മുടന്തനായ ബാലൻ മോര് കച്ചവടം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോര് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും വരികയും ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട് അമ്മ കുറച്ച് മോര് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബാലൻ അവർക്ക് മോര് നൽകി. അതിനുശേഷം ആ അമ്മ ആ ബാലനോട് പറഞ്ഞു അവിടെ ഒരു പള്ളി പണിയണമെന്ന്. അതിനായിട്ട് നാഗപട്ടണത്തിൽ പോയിട്ട് ഒരു കത്തോലിക്ക കുടുംബമുണ്ട്, അവിടെ പോയി ഈ ആവശ്യം പറയണമെന്ന്. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു തനിക്ക് അവിടെ വരെ പോകാൻ കഴിയില്ല, കാരണം കാലിന് സ്വാധീനം കുറവാണെന്ന്. അപ്പോൾ തന്നെ ആ അമ്മ അവന് പരിപൂർണ സൗഖ്യം കൊടുത്തു. അവൻ നാഗപട്ടണത്തേക്ക് പോയി. ആ അമ്മ പറഞ്ഞ കത്തോലിക്ക വിശ്വാസിയായ ആളിനെ കാണുകയും അവരോട് ഈ നടന്ന സൗഖ്യത്തിന്റെ അത്ഭുത കഥകൾ പറയുകയും ചെയ്തു. വേളാങ്കണ്ണിയിൽ ഒരു പള്ളി പണിയണമെന്ന് ആ അമ്മ ആവശ്യപ്പെട്ടുവെന്നും അവരോട് പറഞ്ഞു. അപ്പോഴും അവൻ അറിയില്ലായിരുന്നു അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ അമ്മയും കുഞ്ഞും ആരാണെന്ന്. അങ്ങനെ ആ വീട്ടിലിരിക്കുമ്പോൾ അവനൊരു ചിത്രം കാണുന്നു, ഒരമ്മയുടെയും കുഞ്ഞിന്റെയും. ആ വീട്ടുകാരോട് പറയുന്നു ഇതേപോലെ ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു എന്റെ മുന്നിൽ വന്നതെന്ന്. അത് മാതാവിന്റെയും ഉണ്ണീശുവിന്റെയും ചിത്രമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്നു അത് മാതാവും ഉണ്ണീശവുമായിരുന്നു അവന്റെ മുന്നിൽ വന്നതെന്നും അവന് സൗഖ്യം കൊടുത്തതെന്നും. അതിനുശേഷം അവര് വേളാങ്കണ്ണിയിൽ ഒരു പള്ളി പണിയുകയായിരുന്നു. മുടന്തനായ ആ ഒരു ബാലനെ സൗഖ്യപ്പെടുത്തിയതിന്റെ പേരിലാണ് വേളാങ്കണ്ണി മാതാവിന് ആരോഗ്യ മാതാവ് എന്നൊരു പേരും കൂടി വന്നത്. ഇനി കാണാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ചാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. അവിടെയാണ് മലയാളം കുർബാന നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കായിരിക്കും മലയാളം കുർബാന. മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് യേശുവിൻ്റെ ഭംഗിയുള്ളൊരു വലിയ രൂപം കാണാൻ പറ്റും. ഇപ്പം കണ്ട ഒരു ജീസസിൻ്റെ സ്റ്റാച്ചുവിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ ഒരു ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോകാൻ പറ്റും. മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ഇവിടെ അല്ല. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് പോലെയുള്ള ഒരു വഴി കൂടെയാണ് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ച് ഇതാണ്. വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ ചർച്ചും ഇത് തന്നെയാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ചിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോസും വീഡിയോസും ഒക്കെ അലൗഡ് ആണ്. ഈ ചർച്ചിന്റെ പുറത്തായിട്ട് തന്നെ ഒരു ഗ്രോട്ടയുണ്ട്, അവിടെയും പോയി ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റും. നല്ലൊരു സ്ഥലമാണത്.
മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ഫ്രണ്ട് ഗേറ്റിലൂടെ പുറത്തു വരുമ്പോഴും മാതാവിൻ്റെ തീർത്ഥജലം കിട്ടുന്ന മാതാവിൻ്റെ കിണറൊക്കെയുള്ള ഒരു സ്ഥലം വരും. ഈ ഒരു സ്ഥലത്താണ് വിശ്വാസികൾ മുട്ടിന്മേൽ ഇഴഞ്ഞ് മാതാവിൻ്റെ ആ തീർത്ഥജലമുള്ള പള്ളിയുടെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആളുകളൊക്കെ മുട്ടിന്മേൽ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു നേർച്ചയാണ് ഇവിടുത്തെ. മുട്ടിന്മേൽ ആളുകൾ നടന്ന്, അതായത് മുട്ടിന്മേൽ ഇഴഞ്ഞ് ആ പള്ളിയിലേക്ക് പോകും. മുട്ടിന്മേൽ ഇഴഞ്ഞ് ആ പള്ളിയുടെ അടുത്ത് വരെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാദം അകലത്തിൽ കാല് വെച്ച് കണ്ണടച്ച് ആ പള്ളിയുടെ അടുത്ത് വരെ പോകുന്നതും ഒരു നേർച്ചയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ദൂരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇത്രയും ദൂരത്തിലാണ് ഈ മുട്ടിന്മേൽ ഇഴഞ്ഞിട്ട് ആളുകൾ പോകുന്നത്. അത് ഭയങ്കര ഒരു കഷ്ടപ്പെട്ടതും അത് ഭയങ്കര വിശ്വാസത്തിൻ്റെ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേളാങ്കണ്ണിയിൽ വരാവുന്നതും ഇതേപോലെ ഇവിടെ വന്ന് നേർച്ചകൾ ചെയ്യാവുന്നതും പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളും അതേപോലെ ഒരുപാട് ആവശ്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പോലും വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് മാതാവിൻ്റെ തീർത്ഥ ജലമൊക്കെ കിട്ടുന്ന ആ ഒരു കിണറൊക്കെ ഉള്ള ഒരു പള്ളി. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മാതാവ് ആദ്യമായി വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലവും ഇവിടെയാണ്. 16-ാം നൂറ്റാണ്ടിലാണ് മാതാവ് ഉണ്ണിയേശുവുമായി പാല് വിൽക്കാൻ പോകുന്ന ബാലന്റെ മുന്നിൽ ആദ്യമായി വേളാങ്കണ്ണിയിൽ വന്നിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത്. പാല് കച്ചവടത്തിന് പോയിക്കൊണ്ടിരുന്ന ഒരു ബാലൻ പാല് കച്ചവടത്തിനിടയിൽ വിശ്രമിക്കാനായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരമ്മയും കുഞ്ഞും വന്നിട്ട് ആ ബാലനോട് തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ കുറച്ച് പാല് വേണമെന്ന് ആ അമ്മ ആവശ്യപ്പെടുന്നു. പാലിന്റെ അളവിൽ കുറവ് വന്നാലും തൻ്റെ യജമാനൻ തന്നെ ശിക്ഷിക്കുമോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. എങ്കിലും ആ അമ്മ ചോദിച്ചത് കൊണ്ടും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ബാലൻ പാല് കൊടുക്കുകയായിരുന്നു. നേരം വൈകിയത് കൊണ്ടും പാലിന്റെ അളവിൽ കുറവ് വന്നതുകൊണ്ടും തന്റെ യജമാനൻ തന്നെ ശിക്ഷിക്കുമോ എന്ന് ആ ബാലൻ ഭയപ്പെട്ടിരുന്നു. തന്റെ യജമാനന്റെ അടുത്ത് ചെന്നിട്ട് പാലിന്റെ അളവിൽ എന്ത് കുറവുണ്ടെന്ന് അറിയാനായി പാലിന്റെ പാത്രം തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആ പാലിന്റെ പാത്രം നിറയെ പാലായിരുന്നു. അങ്ങനെ അവിടെ നടന്ന ഒരു അത്ഭുതം അറിഞ്ഞപ്പോൾ ആ യജമാനന് ആ അമ്മയും കുഞ്ഞിനെയും കാണണം, അവരാരാണെന്ന് അറിയണമെന്നും പറഞ്ഞു. അങ്ങനെ ബാലനും യജമാനനും ആ അമ്മയും കുഞ്ഞിനെയും കണ്ട അതേ കുളക്കരയിൽ വന്ന് നോക്കിയപ്പോൾ ആ ബാലൻ കണ്ട അതേ അമ്മയും കുഞ്ഞിനെ തന്നെ ആ യജമാനനും കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഈ വിവരങ്ങൾ അറിഞ്ഞ പരിസരവാസികളെ ആൾക്കാർക്ക് മനസ്സിലായി അത് മാതാവും ഉണ്ണീശോയും ആയിരുന്നെന്ന്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന കുളം പരിശുദ്ധ അമ്മയുടെ കുളമെന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കുളത്തിലെ ജലം ദൈവകൃപകളുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. മാതാവ് ഉണ്ണീശയും ആ ബാലനെ അനുഗ്രഹിക്കുന്ന ഒരു സംഭവത്തിൻ്റെ രൂപങ്ങളാണ് ഈ ഒരു ചെറിയ പള്ളിയുടെ അകത്ത് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു കിണറുണ്ടല്ലോ, ആ ഒരു ജലസംഭരണി, അവിടുത്തെ വെള്ളം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ആ കിണറിൽ നിന്ന് മോട്ടോർ വെച്ചിട്ടാണ് അവിടുന്ന് ജലം എടുക്കുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിലുള്ള ഒരു കുപ്പികൾ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. 20 രൂപയാണ് ഒരു ബോട്ടിലിൻ്റെ വില. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഈ ബോട്ടിൽ വാങ്ങിയതിന് ശേഷം അവിടുന്ന് ആ തീർത്ഥജലം വാങ്ങാം. ഇവിടെയാണ് കുർബാനയൊക്കെ ചൊല്ലിക്കുന്ന സ്ഥലം. ഇവിടെയാണ് കുർബാനയ്ക്ക് ക്യാഷൊക്കെ അടയ്ക്കുന്ന ഒരു ഓഫീസ്. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല. ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ സൈഡിലായിട്ട് വിശുദ്ധ വസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. ഇവിടെ കൊന്തകൾ, രൂപങ്ങൾ, ഫോട്ടോസൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു സ്ഥലമാണ്.
ഇപ്പോൾ നമ്മൾ കണ്ട മാതാവിൻ്റെ തീർത്ഥജലമൊക്കെ കിട്ടുന്ന ഒരു കിണറുള്ള പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മുകളിലും താഴെയുമായിട്ടുള്ള 2 നിലകളിലായുള്ള അപ്പർ ബസിലിക്ക ലോവർ ബസിലിക്ക ചർച്ച് കാണാൻ പറ്റും. ഇത് ലോവർ ബസലിക്ക ചർച്ചിൻ്റെ അൾത്താരയാണ്. നേരത്തെ നമ്മൾ കണ്ടത് ലോവർ ബസിലിക്ക ചർച്ചും ഇനി മുകളിലുള്ള അപ്പർ ബസിലിക്ക ചർച്ചിലേക്കാണ് പോകുന്നത്. അപ്പർ ബസിലിക്ക ചർച്ചിൻ്റെ അൾത്താരയാണ് ഈ കാണുന്നത്. അപ്പർ ബസിലിക്ക ചർച്ചിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവിൽ വേളാങ്കണ്ണിയിലെ എല്ലാ ചർച്ചുകളും കാണാൻ പറ്റും. ഇനി കാണാൻ പോകുന്നത് വേളാങ്കണ്ണിയിലെ കുമ്പസാരിക്കാൻ വേണ്ടിയുള്ള സ്ഥലവും പിന്നെ ആരാധന പള്ളിയൊക്കെയാണ്. കുമ്പസാരത്തിന് മുമ്പ് കുമ്പസാരിക്കാൻ വേണ്ടി ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു പള്ളിയാണത്. ആരാധന പള്ളിയാണ്. ഇവിടെ നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിനടുത്തായിട്ട് തന്നെ കുമ്പസാരത്തിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്. ആവേ മരിയ, ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ള കൊന്ത, മാല അല്ലെങ്കിൽ ഫോട്ടോസ്, രൂപങ്ങൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് വെഞ്ചരിക്കുന്ന സ്ഥലമാണ്, ബ്ലസ് ചെയ്യിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു ആവേ മരിയ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നേരത്തെ കണ്ട ഒരു അപ്പർ ബസിലിക്ക ലോവർ ബസിലിക്ക ചർച്ചിൻ്റെ തൊട്ട് പിറകിലായിട്ട് തന്നെ അതിനോട് ചേർന്ന് ഇവിടുത്തെ പഴയ പള്ളി കാണാൻ പറ്റും. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പള്ളിയായിരുന്നു. അതിനുശേഷം 1700-ാം നൂറ്റാണ്ടിൽ ഇതുവഴി യാത്ര ചെയ്ത ഒരു കച്ചവട കപ്പൽ വലിയ കാറ്റിലും മഴയിലും പെട്ടു. ആ ഒരു കപ്പലിലുണ്ടായിരുന്ന ഒരു കപ്പൽ അപകടത്തിൽപ്പെടാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ അവർ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും വളരെ അത്ഭുതകരമായ രീതിയിൽ ആ ഒരു മഴയിൽ നിന്നും കാറ്റിൽ നിന്നും എല്ലാവരും രക്ഷപ്പെട്ട് വേളാങ്കണ്ണി പള്ളിയുടെ തീരത്ത് വരികയും ചെയ്യുകയായിരുന്നു. വലിയൊരു കാറ്റിലും മഴയത്തും പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട അവരെ രക്ഷിച്ചത് വേളാങ്കണ്ണി മാതാവാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പള്ളി അവർ പുതുക്കി പണിഞ്ഞ് കുറച്ചുകൂടെ വലിയ പള്ളിയാക്കി മാറ്റി. പിന്നീട് ഇവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ അറിഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് വേളാങ്കണ്ണി മാതാവിന്റെ മധ്യസ്ഥതയിൽ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുകയും രോഗശാന്തി കിട്ടുകയും ചെയ്തു. വേളാങ്കണ്ണി പള്ളിയെ പറ്റി പറയപ്പെടുന്ന ചരിത്രങ്ങൾ ഇതൊക്കെയാണ്. ഈ പഴയ പള്ളിയുടെ അടുത്ത് വരുമ്പോൾ ചെരുപ്പുകളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ സൂക്ഷിച്ചിട്ട് വേണം പള്ളിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. പഴയ പള്ളിയുടെ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഈ ഒരു പഴയ പള്ളിയുടെ പുറത്തായിട്ട് ഒരു മ്യൂസിയം കാണാൻ പറ്റും. നേർച്ച വസ്തുക്കളുടെ പ്രദർശനാലയം എന്ന് പറയും. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ള നേർച്ച വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. പഴയ പള്ളിയുടെ പുറത്തായിട്ട് ആ മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ മെഴുകുതിരിയും ഹോളി ഓയിലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്.
ഈ മ്യൂസിയത്തിൻ്റെ അകത്തും നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. മ്യൂസിയത്തിൻ്റെ അകത്ത് ഞാൻ കയറി കണ്ടു. പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. ഈ വേളാങ്കണ്ണി പള്ളിയും വേളാങ്കണ്ണി പള്ളിയെ പറ്റി പറയപ്പെടുന്ന ചരിത്രങ്ങളും ഇതൊക്കെയാണ്. ഇനി അടുത്ത പാർട്ട് വീഡിയോ വേളാങ്കണ്ണി ബീച്ചും ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള കച്ചവട സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും. ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം.